ശരി, ഇവന്റെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. ലക്ഷ്മി പത്മ എന്നൊരു മാധ്യമ പ്രവർത്തക പുതിയൊരു ചാനലിലെ അവതാരികയാണ്. ചേച്ചി ഈ ഊറ്റം കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിച്ച് പുതിയൊരു സ്മൃതി പരുത്തിക്കാടാവാനുള്ള ശ്രമത്തിലാണ്. ചേച്ചി വർക്ക് ചെയ്യുന്ന ചാനലിലെ ഒരു ചർച്ചയിൽ ഒരു പാനലിസ്റ്റിനോട് അവർ ആവർത്തിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ ഹെഡ്ഗേവാർ എവിടെയായിരുന്നു? എന്റെ പൊന്നു ചേച്ചി, ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942-ലാണ്. ഹെഡ്ഗേവാർ മരിക്കുന്നത് 1940. എന്ത് മറുപടിയാണ് ചേച്ചി ആ ചോദ്യത്തിൽ നിന്നും പ്രതീക്ഷിച്ചത്? അടുത്ത ചോദ്യം അതിലും കേമമാണ്. നിസ്സഹകരണ സമരം നടക്കുമ്പോൾ ഹെഡ്ഗേവാർ എവിടെയായിരുന്നു? നിസ്സഹകരണ സമരങ്ങൾ നടക്കുന്നത് 1919, 1922 കാലങ്ങളിലാണ്. അക്കാലത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം. നാഗ്പൂരിൽ നിസ്സഹകരണ സമരങ്ങൾ നയിച്ചു. പ്രകോപനപരമായ 2 പ്രസംഗങ്ങളുടെ പേരിൽ ബ്രിട്ടീഷ് രാജിനെതിരായ രാജ്യദ്രോഹ കേസിൽ പെടുകയുണ്ടായി. വിശദീകരണം ആരാഞ്ഞ ബ്രിട്ടീഷ് ജഡ്ജിന് നൽകിയ മറുപടി കേട്ടയുടൻ ആ വിശദീകരണമാണ് കൂടുതൽ ദേശദ്രോഹപരം എന്ന് വിധിച്ച് 1 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടു. ജയിൽ മോചിതനായ അദ്ദേഹത്തിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ ഹക്കീം അജ്മൽ ഖാനും ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ചരിത്രത്തെക്കുറിച്ചും ചോദിക്കുന്ന വിഷയത്തെക്കുറിച്ചും യാതൊരു ധാരണയും തയ്യാറെടുപ്പും ഇല്ലാത്തവർക്ക് എങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകനാകാൻ കഴിയുന്നു? ഇത് പോയിന്റ്. ഇതിനാണോ താ അവതാരകയെ അപമാനിച്ചത്? തനിക്കറിയേണ്ടത് RSS സ്ഥാപകനായ ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ സ്വതന്ത്ര സമര സേനാനി ആണോ അല്ലയോ? അതല്ലേ തനിക്കറിയേണ്ടത്? പറയാം. RSS സ്ഥാപക നേതാവ് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഒരു സ്വതന്ത്ര സമര സേനാനിയല്ല. മറിച്ച് അദ്ദേഹം ചെയ്തത് എന്താണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ അദ്ദേഹം RSSലേക്ക് ആളുകൾ ചേർക്കുകയായിരുന്നു. അവിടെ മുസ്ലിമുകളെ മാറ്റി നിർത്തി ഹിന്ദുത്വ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ആൾക്കാരെ കൂട്ടുകയായിരുന്നു ഈ ഹെഡ്ഗേവാർ ചെയ്യുന്ന പണി. അല്ലാതെ സ്വാതന്ത്ര്യ സമര സേനാനിയല്ല അദ്ദേഹം. ഇത് പറഞ്ഞ് ഞാനല്ല, നിങ്ങളുടെ നേതാവായ ഗോൾവാക്കർ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെ പറയുന്നത്.